എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഏറെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ കൃത്യസ്ഥലം പറഞ്ഞാൽ രായമംഗലം, അവിടെയുള്ള ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. പേര് പോലെ തന്നെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം. നമ്മളിപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ ഒപ്പമുണ്ട്. പ്ലീസ്. എൻ്റെ പേര് സദാനന്ദൻ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു 30 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ ഇവിടുത്തെ ക്ഷേത്ര സമിതിയുടെ സെക്രട്ടറിയാണ്. ശരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ഇരിങ്ങോൾക്കാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇരിങ്ങോൾക്കാവ് എന്നുള്ള പേര് ഉണ്ടാകുന്നതിനൊരു സാഹചര്യമുണ്ട്. അതിനൊരു ഐതിഹ്യപരമായൊരു കഥയുണ്ട്. അത് ശ്രീകൃഷ്ണാവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ അതായത് ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കുന്ന ശ്രീകൃഷ്ണൻ ഈ കംസനെ വധിക്കുമെന്ന് പറഞ്ഞ് ആ 8ാമത്തെ പുത്രൻ്റെയും ജനനം കാത്തിരുന്ന കംസന് അവിടെ ഒരു പെൺകുഞ്ഞാണ് ജനിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു. എങ്കിൽ പെൺകുഞ്ഞിന് അതിനെ കൊല്ലാനുള്ളൊരു ശ്രമം കംസൻ നടത്തുകയും അതിനെടുത്ത് ആകാശത്തേക്ക് ഉയർത്തുന്ന സമയത്ത് അത് ദേവീശക്തി ആകാശത്തേക്ക് ഉയർന്നു പോവുകയും അതിൻ്റെ ഒരു ശക്തി ഇവിടെ ഇരുന്നാന്ന് പറയണം. അപ്പോൾ ഇരുന്നവൾ പറഞ്ഞു ഇരിങ്ങോളായതാണ്. അപ്പോൾ ദേവിക്ക് അവമ്പണി സേവിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ദേവഗണങ്ങൾക്ക് വൃക്ഷരൂപത്തിലായതാണെന്നുള്ള സങ്കല്പം. അതുകൊണ്ടാണ് ഇവിടുത്തെ മരങ്ങളൊന്നും തന്നെ നമ്മൾ വെട്ടുവോ ഒരു ഇല പോലും വിട്ടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണ്. ഇതൊരു 56 ഏക്കർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരി, ഈ മരങ്ങളെല്ലാം ഒരു ദേവചൈതന്യം നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ ശർക്കര നിവേദ്യമാണ് ഇവിടുത്തെ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ഇവിടെ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. ദേവി ഇവിടെ രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് വനത്തുർക്ക എന്നുള്ള സങ്കല്പത്തിലാണ് കഴിയുന്നത്. രാവിലെ 8 മണി വരെ സരസ്വതിയാണ്, പിന്നെ അതിനുശേഷം വനതുർക്കിയാണ്. തുളസി സുഗന്ധ പുഷ്പങ്ങളൊന്നും ഇവിടെ ദേവിക്ക് ഉപയോഗിക്കില്ല. ചെത്തിയും തുളസി താമരയും 3 പുഷ്പങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ചന്ദനത്തിൽ ഉപയോഗിക്കില്ല. സുഗന്ധ പുഷ്പങ്ങൾ ചൂടിക്കൊണ്ട് മുല്ലപ്പ് ചൂടിക്കൊണ്ടൊന്നും അകത്ത് പോകാൻ പാടില്ല. പിന്നെ അഭിഷേകമൊക്കെ വെറും പച്ചവെള്ളത്തിൽ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഒരുപാട് പ്രത്യേകത ക്ഷേത്രമാണ്. രൗദ്രഭാവത്തിലുള്ള ദേവിയല്ല. അതുകൊണ്ട് തന്നെ രൗദ്രഭാവത്തിലുള്ള പുഷ്പാഞ്ജലികൾ, അതേപോലെ ഛത്രസംഹാരം, മറ്റുള്ള പുഷ്പാഞ്ജലികളൊന്നും ഇവിടെ നടത്തൂല. രാവിലെ സരസ്വതി ആയതുകൊണ്ട് ഇവിടെ 2008 മുതൽ ഇവിടെ നവരാത്രി സംഗീതോത്സവം ഇവിടെ തുടക്കം വെച്ചിട്ടുണ്ട്. ഇവിടെ ദക്ഷിണാമൂർത്തി സ്വാമി, നമ്മുടെ സംഗീതജ്ഞനായ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ വേദിയിൽ കച്ചേരി വെച്ചിട്ടുണ്ട്. 186 പേരെ മെഡിസിൻ പ്ലാന്റ്സിനകത്തുണ്ട്. 76 വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ. അങ്ങനെ അപൂർവം ചിത്രശലഭങ്ങളിലേക്ക് ഒരു ആവാസഭൂമിയാണ് ഈ വനഭൂമി. നമ്മളതിനെ പരിപാലിച്ച് കൊണ്ടുനടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ സ്ഥിതി കാടിന്റെ ഉള്ളിലാണ്. അത് കാരണം തന്നെ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടെ. ഹിഡൻ പ്ലേസസ് ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതുമാതിരത്തെ ഒരു സ്ഥലമാണ് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നുള്ളത്. സോ മറ്റൊരു ട്രാവൽ വ്ളോഗുമായി ഞാൻ പിന്നെ വരാം. സോ ബൈ.